ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് പറയാൻ പോകുന്നത് അബിയും ഷൈനിയും തമ്മിലുള്ള കഥയുടെ അടുത്ത ഭാഗമാണ് കേട്ടോ. അതായത് മൂന്നാം ഭാഗം. അപ്പം ഞാനിന്ന് പറയാൻ പോകുന്നത് അബിയുടെ ശബ്ദത്തിലാണ് കേട്ടോ. അപ്പം എല്ലാവരും കഥ കേട്ടിരിക്കാം. കഥ കേട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണ് കേട്ടോ. ഷൈനി ആ രാത്രി തന്നെ വേറൊരു ഡ്രസ്സും കൂടെ എടുത്തിട്ടു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയിരുന്നു. ഇതെന്താ ഭർത്താവില്ലാത്തോണ്ട് അങ്ങ് ആഘോഷിക്കുകയാണോ? ഡ്രസ്സും കാര്യങ്ങളൊക്കെ, ഭർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ അതൊക്കെ ഇട്ടിട്ട് എന്ന് ഞാൻ ചോദിക്കുന്ന സമയത്ത് ഷൈനി തന്നെ മറുപടി പറഞ്ഞു, ആ, ഈ ഒരു സമയത്തൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കത്തില്ല. ഷൈനിയുടെ ആ സംസാരം കേട്ട് ഞാനൊന്ന് പുഞ്ചിരിച്ചു. മറ്റൊന്നുമായിരുന്നില്ല, ആ നിഷ്കളങ്കമായ ചിരിയും പിന്നെ ആ കുട്ടിയുടുപ്പിട്ടുള്ള വരവും കണ്ടു കാണിച്ച സമയത്ത് ആർക്കാണെങ്കിലും ഒരു ചിരി വരുമല്ലോ. ഞാൻ ആ നിമിഷം തന്നെ ഒരു കയ്യിലൊരു ആപ്പിൾ എടുത്തു. അതിട്ട് ഒരു പന്ത് കളിക്കുന്ന പോലെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കളിക്കുന്ന സമയത്ത് ഷൈനി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രസ്സ് റെഡിയാക്കുന്ന തിരക്കിലായിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ ഷൈനിയോട് ചോദിച്ചു, താനിത് എന്തായി കാണിക്കുന്നത്? ഇത് വല്ലതും അറിയാമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഷൈനി എൻ്റെ അടുത്ത് പറഞ്ഞു, ഓ, താൻ പഠിപ്പിക്കണ്ട, എനിക്കെല്ലാം അറിയാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഷൈനി തന്നെ റെഡിയാക്കി വെച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു കൊട്ടിക്കളി എന്ന പോലെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ആപ്പിള് അത് രണ്ടായിട്ട് കട്ട് ചെയ്തതിനു ശേഷം ഒരെണ്ണം മാത്രം, ചെറിയൊരു പീസ്, അത് നേരെ ഷൈനിയുടെ വായിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. ദേ, ചുമ്മാ ഇങ്ങനെ നിന്ന് കറങ്ങാതെ ഇതൊക്കെ കഴിച്ചിട്ട് നിൽക്കട്ടോ, തനിക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ട് എന്ന് ഞാൻ പറയുന്ന സമയത്ത് ഷൈനി തന്നെ പറഞ്ഞു, ക്ഷീണമുണ്ടോ? എൻ്റെ മുഖത്താണോ ക്ഷീണം, അതോ മൊത്തത്തിൽ ക്ഷീണമാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, മൊത്തത്തിലൊരു ക്ഷീണമുണ്ട്, താൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ നോക്ക് എന്ന് പറയുമ്പോൾ ഷൈനി നേരെ ഓടിച്ചെന്ന് കണ്ണാടിയുടെ മുന്നിൽ അങ്ങനെ നിന്ന് നോക്കി. എനിക്ക് നല്ല ക്ഷീണമുണ്ടോ, ഒന്ന് നോക്കിക്കേ എന്ന് തന്നെ ഷൈനി എൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എടോ, നല്ല ക്ഷീണമുണ്ട് കേട്ടോ, താനൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്ന് പറയുമ്പോൾ ഷൈനിയുടെ മുഖത്ത് ഒരു നിസ്സാഹത അതുപോലെ ഫീൽ ചെയ്തു. പെട്ടെന്ന് ഞാൻ ഷൈനിയോട് ചോദിച്ചു, താനെന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? ഇതൊക്കെ നോർമലായിട്ടുള്ള കാര്യങ്ങളല്ലേ, അതങ്ങ് അതിന്റെ വഴിക്ക് വിട്ടാ പോരെ എന്ന് പറയുമ്പോൾ ഷൈനി ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, ഇതൊന്നും അങ്ങനെ വിടാൻ പറ്റുന്ന കാര്യങ്ങളല്ല, നമ്മൾ കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ കെയർ ചെയ്യണം, അല്ലാതെ ശരിയാവില്ലല്ലോ. പെട്ടെന്ന് ഞാൻ ഒരു പുഞ്ചിരിയോടെ ആ ഷൈനിയുടെ സംസാരത്തിന് മറുപടി കൊടുത്തു, അതെന്താ തനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം? തന്റെ ഭർത്താവ് ഉദ്യോഗസ്ഥനാണെന്നുണ്ടെങ്കിൽ ഒന്നും കൊണ്ടുതരുന്നില്ലേ കഴിക്കാനൊന്നും എന്ന് ചിരിച്ചുകൊണ്ട് ചോദിക്കുന്ന സമയത്ത് ഷൈനി തന്നെ പറഞ്ഞു, ഓ, അതൊക്കെ കണക്കാണെന്നേ, നമ്മുടെ ഇഷ്ടത്തിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വാങ്ങിക്കണം, അതാണല്ലോ നിയമം. എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഷെയർ ഇടാം. ഇനിയിപ്പോ ഹസ്ബൻഡൊക്കെ വരാനും കുറച്ച് സമയം എടുക്കില്ലേ, അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ഇട്ട് തന്നെ ഭക്ഷണം ഉണ്ടാക്കാം, പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സോ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കാം, നമ്മുടെ ക്ഷീണത്തിനും കാര്യങ്ങൾക്കും ഒക്കെ അതിന് വേണ്ടിയിട്ട് മാത്രം എന്ന് പറയുന്ന സമയത്ത് ഷൈനി എന്നെ പറഞ്ഞു, എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, താനെന്നെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നോക്ക് എന്ന് മാത്രം എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നാ ഇപ്പം നമുക്കൊരു ജ്യൂസ് അടിച്ചാലോ? ഇപ്പോ ആ ഒരു ടൈമല്ലേ കുടിക്കാനൊക്കെ, നല്ല ക്ഷീണമുണ്ട് എനിക്കും തനിക്കും, താനാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡാൻസും കളിച്ചതല്ലേ എന്ന് പറയുന്ന സമയത്ത് അവള് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, എടോ, ഇപ്പൊ സമയം എന്താണെന്ന് തനിക്ക് വല്ല വിചാരമുണ്ടോ? ഒന്ന് നോക്കിയേ ക്ലോക്കിലേക്ക് എന്ന് നോക്കുന്ന സമയത്ത് എന്റെ ദൈവമേ, ദേ 3 മണിയാവാൻ പോകുന്നു, നമ്മൾ ഇത്ര സമയം എടുത്തോ എന്ന് പറയുമ്പോൾ ഷൈനി എന്നെ പറഞ്ഞു, എടോ, ഇപ്പം കോഴി കൂവാൻ തുടങ്ങിയിട്ടുണ്ട്, താനും ഞാനും മാത്രമേ ഉള്ളൂ ഇവിടെ ഇരിക്കുന്നത്, ഈ ഒരു വലിയ സിറ്റിയിലാണെങ്കിൽ ശരി തന്നെ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഈ ഇരുന്ന് കാഴ്ചയും കണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാരും ഉറങ്ങിയിട്ടുണ്ട്. അയ്യോ, നാളെ ഇനി ഡ്യൂട്ടി ഉള്ളതായിരുന്നല്ലോ. നാളെയോ? നാളെയല്ല, ഇന്ന് ഇനി ഡ്യൂട്ടി ഉണ്ട്, ഇപ്പൊ 3 മണി എന്നാണ് പറഞ്ഞത് എന്ന് ഷൈനിന്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ ചിരിച്ചോണ്ട് പറഞ്ഞു, നാളെ ഇനിയിപ്പോ പോകണ്ടല്ലേ, നാളെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സെറ്റ് ആക്കിയിട്ട് ഇവിടെ തന്നെ നിൽക്കാം എന്ന് ഞാൻ പറയുമ്പോൾ ഷൈനി എന്നെ പറഞ്ഞു, ഞാനും അത് തന്നെ ആലോചിക്കുന്നത്, ഇനിയിപ്പോ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോ എത്ര സമയമാണെന്ന് പോലും ഒരു പിടിയും കിട്ടത്തില്ല എന്ന് പറയുമ്പോ ഞാനും ഒന്ന് ചിന്തിച്ചു, ആ, ഇനിയിപ്പം അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി എന്ന് തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നു. എന്നാ പിന്നെ ഞാൻ എന്തായാലും കിടക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എന്റെ മുറിയിലേക്ക് പോകുന്ന സമയത്ത് ഷൈനി എന്നെ ഒന്ന് വിളിച്ചു, എടോ, താൻ പോകുകയാണോ? പെട്ടെന്ന് ഞാൻ തിരിച്ചു നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താടോ, ഉറങ്ങണ്ടേ മനുഷ്യന്മാർക്ക്, ഇപ്പൊ സമയം 3 മണിയെന്ന് താൻ തന്നെ പറഞ്ഞത്. അപ്പോ ഷൈനി തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ആ, തന്നോട് ഇങ്ങനെ സംസാരിച്ചിരുന്നു കഴിഞ്ഞാല് ആ ഒരു സമയം കാര്യങ്ങൾ പോകുന്നത് അറിയത്തേ ഇല്ല. ഇപ്പോ ഒരു കോട്ട് കിട്ടിയതുപോലെ എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്.
എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ മറുപടി പറഞ്ഞു, അത് മറ്റൊന്നും കൊണ്ടല്ല, ഇവിടെ ആരുമില്ലല്ലോ, നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് തനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നത്. അത് ഈ പഴയ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കസിൻസ് ഒക്കെ ആയിട്ട് ഇരിക്കത്തില്ലേ, അത് കണക്കൊരു ഫീൽ തനിക്ക് വന്നിട്ടുണ്ടായിരിക്കും, ശരിയല്ലേ? അപ്പൊ തന്നെ ഷൈനിക്ക് പഴയ നൊസ്റ്റാൾജീസ് ഒക്കെ ഓർമ്മ വന്നു. ആ, അതൊക്കെ ഒരു കാലമായിരുന്നടോ. ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോ കഥകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ആ ഒരു അനുഭവം കാര്യങ്ങളൊക്കെ അങ്ങനെ കേട്ടിരിക്കാനും പിന്നെ കഥകൾ പറയാനും അതൊരു രസമാണ്. അത് ഇപ്പം തൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്കത് മനസ്സിലാവുമെന്ന് അറിയില്ല എന്ന് തന്നെ ഷൈനീൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ നിന്നു. ആ, എന്തായാലും താൻ അവിടെ ഇങ്ങനെ നിൽക്കണ്ട, നേരെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ റൂമിൽ കയറി കഥ അടച്ചു. അപ്പൊ തന്നെ എനിക്കിങ്ങനെ മൈൻഡിലുണ്ടായിരുന്നു ഷൈനിയ പറഞ്ഞ കാര്യങ്ങളൊക്കെ. എത്ര നേരമായിരുന്നു ഷൈനിയായിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നത്. അപ്പോൾ ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. ആ, ഇനി ഏതായാലും നാളെ ഇനി പോകുന്നില്ലല്ലോ, കുറച്ച് സമയം കത്തിവെക്കല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാനൊന്ന് കണ്ണടച്ചു. കണ്ണടച്ച സമയത്താണെന്നുണ്ടെങ്കിൽ വാതിലിൽ ആരോ മുട്ടുന്നു. അപ്പൊ തന്നെ ഞാൻ വാതിൽ തുറന്നു. അത് ഷൈനി തന്നെയായിരുന്നു. എനിക്ക് വാതിൽ തുറക്കുന്ന സമയത്തിന് മുമ്പേ അറിയായിരുന്നു അവൾ തന്നെയായിരിക്കും എന്ന്. വാതിൽ തുറന്ന സമയത്ത് തന്നെ ഞാൻ കാണുന്നത് പുതിയൊരു ഡ്രസ്സും ഇട്ടുകൊണ്ട് വന്നിരിക്കുന്ന ഷൈനിയാണ്. എടോ, ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് എന്ന് അഭിപ്രായം പറഞ്ഞേ. എന്റെ പൊന്നു കുഞ്ഞെ, താൻ ഇതുവരെ കിടന്ന് ഉറങ്ങിയില്ലേ? ഇങ്ങനെ ഡ്രസ്സിട്ട് ഫാഷൻ ഷോയും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് നടക്കാം എന്ന് ഞാൻ ചോദിക്കുന്ന സമയത്ത് ഒരു കുട്ടിത്തം പോലെ ഷൈനി ഇങ്ങനെ പെരുമാറി. കാലില് ഒരു കളം വരച്ച് അങ്ങനെ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ തന്നെ ഞാൻ ഷൈനി അടുത്ത് പറഞ്ഞു, എടോ, താനിങ്ങനെ ഉറക്കം ഒഴിഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണിച്ച് ഒരു പരുവായി പോകും. താൻ നേരെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, ഇങ്ങനെ നിന്ന് കറങ്ങാതെ എന്ന് പറയുമ്പോൾ ഷൈനി പറഞ്ഞു, എങ്ങനെയായാലും പറ, ഞാൻ എന്തെങ്കിലും ഇട്ടുകൊണ്ട് വന്നതല്ലേ. ഞാൻ മൊത്തത്തിലൊന്ന് നോക്കി. കൊള്ളാം, ഒരു മോഡേൺ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് മുടിയൊക്കെ ഒന്ന് സ്ട്രൈറ്റ് ചെയ്യണം, അതൊക്കെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഷൈനി തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, നാളെ ഒരു കാര്യം ചെയ്യാം, ഞാൻ നാളെ സാരി ഉടുക്കാം, താൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ശ്രമിച്ചു നോക്കാം എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എന്നെങ്കിൽ പിന്നെ നമുക്ക് യൂട്യൂബ് നോക്കിയിട്ട് അങ്ങനെ ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ തനിക്ക് പഠിക്കുകയും ചെയ്യാം, എനിക്ക് പഠിപ്പിക്കാൻ എളുപ്പമാവും എന്ന് തന്നെ ഞാൻ ഷൈനി അടുത്ത് പറയുമ്പോൾ ഷൈനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം എന്തിനും ഒരു കൂട്ടിനെ പോലെ ഞാനിവിടെ ഉള്ളതുപോലെ അത് ഷൈനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നി. അത് തന്നെയായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഷൈനി അവിടുന്ന് പോയി. ഞാൻ ആ കഥ അടച്ചിട്ട് വീണ്ടും കിടന്നു. ഒന്ന് കണ്ണടച്ചതല്ല, പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. പിന്നെ എഴുന്നേക്കുന്നത് ഏകദേശം 10 മണി 11 മണിയായപ്പോഴാണ്. ഞാൻ ആ സമയം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഷൈനി എഴുന്നേറ്റിട്ടില്ലായിരുന്നു. എനിക്ക് മനസ്സിലായി ആളിപ്പോഴും കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുകയാണെന്ന്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ അടുക്കളയിൽ കയറി ഒരു ഫ്രഷ് ആയിട്ട് തന്നെ ഒരു ചായ ഇട്ടു. എനിക്ക് ചായ ഇട്ട് നല്ല എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ചായ ഇട്ടത്. അവൾക്കും എനിക്കും വേണ്ടി മാത്രം ഒരു ചായ 2 കപ്പിലാക്കി മാറ്റി വെച്ചു. ഇനി അവളുടേത് ഒന്ന് വിളിച്ചിട്ട് കൊണ്ടു കൊടുക്കണം എന്നെനിക്കുണ്ട്. പക്ഷേ ഉറങ്ങല്ലേ, ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പതുക്കെ ആ ഒരു 2 ഗ്ലാസ് ചായ എടുത്തിട്ട് ഞാൻ ആ ടേബിളിന്റെ പുറത്തുകൊണ്ട് വെച്ചു. ഞാൻ എൻ്റെ ചായ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം കുടിച്ചു. അപ്പൊ കുടിച്ചതിന് ശേഷം ഞാൻ ചുറ്റും നോക്കി. ആളിതുവരെയും എഴുന്നേറ്റിട്ടില്ല. എന്താണ് കാര്യം എന്നൊന്നും അറിയത്തില്ല. വാതിലാണെങ്കിൽ ലോക്ക് ചെയ്തിട്ടുമില്ല. എന്നാ പിന്നെ ഒന്ന് നോക്കിക്കളയാം എന്ന് തന്നെ എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ പതുക്കെ അവിടേക്ക് നടന്നു. അവിടെ നടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എന്തോ ആളുടെ ആ ഒരു ശ്വാസത്തിന്റെ ശബ്ദം വരെ ഇവിടെ കേൾക്കുന്നുണ്ടായിരുന്നു. ആൾക്കങ്ങനെ കൂർക്കം വലിയൊന്നും ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു ചെറിയ ശബ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു മുക്കലും മുകളിലും എന്ന പോലെ തന്നെ. അത് കുട്ടിക്കാലത്ത് എനിക്കും ഉണ്ടായിരുന്നു. അത് എപ്പോഴൊക്കെയോ പിന്നീട് മാറിയതാണെന്ന് എനിക്കും അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടേക്ക് ചെന്ന് വാതിലൊന്ന് മുട്ടി നോക്കി. ഒരനക്കവും ഇല്ലെന്ന് കണ്ട സമയത്ത് ഞാൻ വാതില് ഒന്ന് ചാരിയിട്ടത് ഒന്ന് തുറന്നു. ശകലം മാത്രം ഒന്ന് തുറന്നു കഴിഞ്ഞ സമയത്ത് ആളെ അവിടെ കാണുന്നില്ലായിരുന്നു. അപ്പൊ തന്നെ നല്ല ഇരുട്ടായത് കൊണ്ടാണ് ആളെ ഇപ്പം കാണാത്തത്. ഞാൻ ആ ഒരു വാതിൽ മൊത്തം ഒന്ന് തുറന്നു, ശേഷം അതിനകത്തേക്ക് കടന്നു. അപ്പൊ തന്നെ ചെറിയ ആ ഒരു മുല്ലപ്പൂ സുഗന്ധത്തിന്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ എനിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഞാൻ അകത്തേക്ക് കയറി ചെന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഷൈനി ആണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കത്തിലായിരുന്നു. എന്തോ ഇന്നലെ ഞാൻ കിടന്നതിന് ശേഷം ഷൈനി കിടന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. സമയം ഇപ്പോ 10 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായാലും ഞാൻ ആ ഒരു ബെഡിൽ ചെന്നിരുന്നു. എടോ ഷൈനി, ഒന്ന് എഴുന്നേറ്റേ
എന്നൊക്കെ ഞാൻ വിളിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഷൈനി ആണെന്നുണ്ടെങ്കിൽ തിരിഞ്ഞും മറിഞ്ഞും അങ്ങനെ കിടക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ എഴുന്നേൽപ്പിക്കാനായി ഞാൻ ഒരു കുസൃതി ഒപ്പിച്ചു. മറ്റൊന്നും ആയിരുന്നില്ല, ഷൈനിയുടെ കാൽവെള്ളയിൽ ഞാൻ മൃദുലമായിട്ടൊന്ന് തടവി. അപ്പോഴാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഇക്കിളി തോന്നുമല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എഴുന്നേക്കും എന്ന് ഞാൻ വിചാരിച്ചു. പെട്ടെന്ന് തന്നെ ആള് കാല് വലിച്ചു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എൻ്റെ മുഖത്താണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു, എടോ എഴുന്നേക്ക്, സമയം ഒരുപാടായിട്ടുണ്ട്, 10 മണി കഴിഞ്ഞേട്ടോ. ഇനിയാണെന്നുണ്ടെങ്കിൽ കിടന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു കിടത്ത് കിടക്കാനേ പറ്റത്തുള്ളൂ. ഇനി ഉച്ചക്കലത്തേക്കാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല, കോഫി ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ആളിങ്ങനെ ഒരേ കിടപ്പ് തന്നെയായിരുന്നു. പെട്ടെന്ന് തന്നെ കാലിൻ്റെ വെള്ളയിൽ ഞാനൊരു ഞൊട്ടയിടുന്ന പോലെ പെട്ടെന്ന് ഞെരിച്ചു. പെട്ടെന്ന് തന്നെ ആള് പെട്ടെന്ന് കാല് വലിച്ചു. ഒരു കിണുങ്ങൽ പോലെ എന്നോടായിട്ട് തന്നെ പറഞ്ഞു, ഞാൻ ഇച്ചിരി നേരം ഒന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും പോയില്ല. ഞാൻ ആ ബെഡിൽ തന്നെ അങ്ങനെ ഇരുന്നു കുറച്ച് സമയം. ആ ശേഷം നല്ല രീതിയിൽ ആ ഒരു പുതപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ടുകൊടുത്തു. എന്നാൽ പിന്നെ താൻ കിടന്നോളൂ, ഇച്ചിരി നേരം കിടന്നാൽ മതി കേട്ടോ, എനിക്കാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല, ഉച്ചക്കലത്തേക്ക് ഞാനെല്ലാം അരിഞ്ഞു വെക്കാം എന്ന് തന്നെ ഞാൻ അവളുടെ അടുത്ത് പറയുന്ന സമയത്ത് ഒരു മുക്കലും മുളലും എന്ന പോലെ ആളെന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ അടുക്കളയിലോട്ട് കയറുക, എന്നെ ഒന്ന് അനുഗ്രഹിക്കണം എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു ഉറക്കത്തിൽ കിടന്നുകൊണ്ട് തന്നെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ കൈപൊക്കി എന്നേക്ക് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ സമയം അവിടെ നിന്ന് ഒരു കുട്ടിത്തം പോലെ അവിടെ നിന്ന് എഴുന്നേറ്റു. പിന്നെ പോയത് അടുക്കളയിലേക്കാണ്. അവിടെ പോയി ചോറും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചു. അത് എനിക്ക് കുക്കറിലിട്ട് അടിക്കാൻ തന്നെ അത് എക്സ്പെർട്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് വേറെ പ്രശ്നമില്ല. അങ്ങനെ ഈ കറി ഉണ്ടാക്കണം, കറിക്കുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞു വെച്ചു. ഇനി അവളുടെ ഹെൽപ്പില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പതുക്കെ പതുക്കെ അവിടേക്ക് നടന്നു. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തന്നെ ഞാൻ വിളിച്ചു, എടോ ഷൈനി, ഒന്ന് ഇറങ്ങി വാടോ, ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഒന്ന് ശരിയാക്കി താ എന്ന് പറയുമ്പോൾ ആള് മെല്ലെ മെല്ലെ എഴുന്നേക്കുന്നുണ്ടായിരുന്നു. അവിടെ ഞാൻ എഴുന്നേക്കുന്ന സമയത്ത് തന്നെ അങ്ങോട്ട് കയറി ചെന്നു. അപ്പൊ തന്നെ ആള് ഒരു മൂഡ് ഓഫില് അങ്ങനെ ഇരിക്കുകയായിരുന്നു ബെഡില്, എഴുന്നേക്കാൻ മടി എന്നതുപോലെ തന്നെ. അപ്പൊ തന്നെ ഞാൻ അവിടേക്ക് ചെന്നതിന് ശേഷം, ബാ എഴുന്നേക്ക് എന്ന് പറഞ്ഞ് ഒന്ന് പിടിച്ചു പൊക്കി. അപ്പൊ തന്നെ ഷൈനി ആണെന്നുണ്ടെങ്കിൽ നിന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. ഉറക്കത്തിന്റെ ആ ഒരു ലെവല് ഇതുവരെയും കിട്ടിയിട്ടില്ല. അപ്പൊ തന്നെ ആള് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ചെറിയൊരു എയർ ബാലൻസിന്റെ പ്രശ്നം ചില സമയത്തുണ്ട്, അപ്പോൾ വീഴാനൊക്കെ ചാൻസ് ഉണ്ട്, എന്നെ ഒന്ന് നന്നായിട്ട് പിടിക്കണേ എന്ന് തന്നെ പറയുന്ന സമയത്ത് ഞാൻ പിടിച്ചുകൊണ്ട് തന്നെ അങ്ങോട്ട് അടുക്കളയിലേക്ക് നടന്നു. എടോ എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല, താനൊന്ന് സെറ്റാക്കി താ, എല്ലാം ഞാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഷൈനി എൻ്റെ അടുത്തോടെ അങ്ങനെ നടന്നു വന്നു. പെട്ടെന്ന് തന്നെ അവൾ എൻ്റെ അടുത്തായിട്ട് പറഞ്ഞു, ഇന്നലെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് ഉറങ്ങിയത് പോലുമില്ല, അതാണ് ഇപ്പം തലയ്ക്ക് എന്തോ ഒരു വല്ലാത്തൊരവസ്ഥ പോലെ. ഞാൻ പറഞ്ഞു, ബാക്കിയെല്ലാം നന്നായിട്ട് ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്, എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ചോറ് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവളെ ഞാൻ അടുക്കളയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഷൈനി അതെല്ലാം കണ്ടിട്ട് ഒരു ഞെട്ടൽ പോലെ എന്നെ നോക്കി. ഇതെല്ലാം താൻ ശരിയാക്കിയതാണോ? പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഇതെല്ലാം ഞാൻ ശരിയാക്കിയതാണ്. ഓ സൂപ്പർ എന്ന് പറഞ്ഞിട്ട് ആൾ എന്നെ നോട്ടം വേറെ ഒന്നും ആയിരുന്നില്ല, ആളുടെ ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്തു കൊടുക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾക്ക് ഇതെല്ലാം ഒരു സർപ്രൈസ് പോലെ ആയിരുന്നു. ആമ്പിളാർ കുക്ക് ചെയ്യും എന്നുള്ള കാര്യം പോലും അവൾക്കറിയില്ലായിരുന്നു. അതായിരുന്നു ഷൈനിയുടെ അവസ്ഥ. പെട്ടെന്ന് അവൾ എന്നെ നോക്കിയിട്ട് മുഖത്തായിട്ട് പറഞ്ഞു, തന്നെ കിട്ടുന്ന ആള് ഭയങ്കര ലക്കാണല്ലോ, ഇതെല്ലാം സെറ്റാക്കാനൊക്കെ അറിയാലേ, ഞാൻ വിചാരിച്ചത് ഇത് ഞങ്ങൾ മാത്രം ചെയ്യുന്നൊരു പരിപാടിയാണെന്ന്. താൻ എന്തായാലും എനിക്ക് ചെയ്തു തന്നല്ലോ, വലിയ ഉപകാരമോ എന്ന് തന്നെ ഷൈനി പറയുന്ന സമയത്ത്, അങ്ങനെയൊന്നും വേണ്ട, ഇപ്പം നമ്മൾ രണ്ടുപേരും ഒരു റൂംമേറ്റ്സ് പോലല്ലേ, ഫ്ലാറ്റ്മേറ്റ് അങ്ങനെയൊക്കെ പറയുന്ന പോലെ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചല്ലേ കുക്ക് ചെയ്യാം എന്നൊക്കെ പറയുന്ന സമയത്ത് ഷൈനി എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, താനുള്ളതാ എനിക്കൊരാശ്രയം, താൻ പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ തീർന്നു, ഇപ്പം കെട്ടിയവനാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്തു തരത്തില്ല എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് തന്നെ അടുക്കളയിൽ നിന്ന് പാചകം ചെയ്തു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഷൈനിക്ക് വേണ്ട ഹെൽപ്പുകളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഷൈനിക്കൊപ്പം ഞാൻ ചെയ്തു കൊടുക്കുന്ന സമയത്ത് തന്നെ അവൾക്ക് തന്നെ എന്നോടൊരു ബഹുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു. അവൾ തന്നെയായിരുന്നു എനിക്ക് എല്ലാം റെഡിയാക്കി തന്നത്. ഫുഡ് വന്ന് എല്ലാം വിളമ്പി തരികയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. മറ്റൊന്നും ആയിരുന്നില്ല, ഒരു സാരി ഉടുപ്പിക്കൽ കാര്യങ്ങൾ. അത്
ഷൈനിക്ക് നന്നായിട്ട് ഉടുക്കാനും കാര്യങ്ങൾക്കും ഒന്നും അറിയത്തില്ല. പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് നോക്കിയുള്ള പരിചയം. അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിലാണ് ഞങ്ങളിന്ന് ആ ഒരു സാരിയും കാര്യങ്ങളൊക്കെ ഉടുക്കാൻ പോകുന്നത്. അതൊരു രസമുള്ള പരിപാടിയായിരിക്കും എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. അങ്ങനെ ഭക്ഷണം കഴിച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ പ്ലേറ്റ് എടുത്തുകൊണ്ട് പോയത് ഷൈനിയായിരുന്നു. എടോ അത് വേണ്ട, ഞാൻ കഴുകി വെച്ചോളാം എന്ന് ഞാൻ ഷൈനി എടുത്ത് പറയുന്ന സമയത്ത് ഷൈനി തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, അതെന്താ ഞാൻ കഴുകിയാല് എന്താ വൃത്തിയാവില്ലേ എന്ന് തന്നെ എന്നോട് ചോദിച്ചുകൊണ്ട് അവൾ അത് ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ അവിടേക്ക് ചെന്നു, വാഷ് ബേസിൻ്റെ അടുത്തേക്ക്. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ കഴുകിക്കോളാം എന്ന് പറഞ്ഞ് പിടിച്ചു മേടിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഷൈനി എന്നെ പറഞ്ഞു, ഞാൻ കഴുകിത്തരാം എന്ന് നോക്കിക്കൊണ്ട് പറയുന്ന സമയത്ത് ഞാൻ പിന്നൊന്നും പറയാൻ പോയില്ല. ഷൈനി അങ്ങനെ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ തിരിച്ചു നടന്നു. എന്നെങ്കിൽ പിന്നെ അങ്ങോട്ട് വാട്ടോ, നമുക്ക് സാരിയുടെ കാര്യങ്ങൾ നോക്കണേ എന്ന് പറഞ്ഞപ്പോൾ ഷൈനി എന്നെ പറഞ്ഞു, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഏതായാലും ഞാൻ അങ്ങോട്ട് വരാം. എൻ്റെ അമ്മ വാങ്ങിച്ചെന്ന സാരിയുണ്ട്, അതുവരെ ഞാൻ ഉടുത്തിട്ടില്ല. ഇന്നെന്തൊക്കെയായാലും അത് ഉടുത്ത് നോക്കണം. ഏതായാലും താൻ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് തന്നെ ഷൈനി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവിടേക്കാണ് പോയത്. ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു ഗവേഷണം കാര്യങ്ങളൊക്കെ നടത്തി, എങ്ങനെയാണ് ചെയ്യേണ്ടതും കാര്യങ്ങളൊക്കെ. ഷൈനിക്കാണെന്നുണ്ടെങ്കിൽ അതൊന്നും പിടിയില്ലായിരുന്നു. അപ്പൊ തന്നെ എനിക്കറിയായിരുന്നു ഇതൊക്കെ ഒരുവിധം എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റാക്കണമെന്ന്. അങ്ങനെ അടുക്കളയിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പാത്രം കഴുകിവെച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിൽ ഷൈനി മുറിയിലേക്ക് പോയി. അങ്ങനെ മുറിയിൽ നിന്ന് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി ഷൈനി പുറത്തേക്ക് ഇറങ്ങി വന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ സാരിയെല്ലാം ആയിട്ട് ഞാനവിടെ സെറ്റായിട്ടിരിപ്പുണ്ടായിരുന്നു. മറ്റൊന്നും ആയിരുന്നില്ല, സാരി ഒന്ന് തേക്കണമായിരുന്നു. അതിൻ്റെ ദൗത്യമെല്ലാം ഏൽപ്പിച്ചത് ഷൈനി എന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വെടിപ്പായിട്ട് ചെയ്ത് നന്നായിട്ട് തേച്ച് വൃത്തിയാക്കി ഞാനവിടെ മാറ്റി വെച്ചിരുന്നു. പെട്ടെന്ന് ഷൈനി വന്നിട്ട് പറഞ്ഞു, എങ്ങനെയുണ്ട് മൊത്തത്തിലൊരു അറ്റ്മോസ്ഫിയർ? അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഏതായാലും തനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഷൈനി തന്നെ പറഞ്ഞു, ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്തായാലും ഞാൻ ശ്രമിച്ചു നോക്കാം, ഇല്ലെങ്കിൽ താൻ എന്നെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ എന്ന് പറയുമ്പോൾ ഷൈനി തന്നെ ആദ്യം തുടങ്ങി വെച്ചു. ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ ടൈമിൽ തന്നെ ഞാൻ ഓരോരോ കാര്യങ്ങളായിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. അപ്പൊ തന്നെ ഷൈനിക്കത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണോ, തനിക്കിത് അറിയാമായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിതിനകത്തൊക്കെ എക്സ്പെർട്ടാണ്, ഏതെങ്കിലും കാമുകിമാര് കാണുമായിരിക്കും, അല്ലാതൊന്നും സെറ്റ് ആവത്തില്ല എന്ന് പറയുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊന്നുമല്ല, ഞാൻ യൂട്യൂബൊക്കെ നോക്കി പഠിച്ചതാണ്, അല്ലാതെ ഇതിനെ പറ്റിയിട്ട് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല എന്ന് പറയുമ്പോൾ ഷൈനി എന്നെ പറഞ്ഞു, എന്തൊക്കെയായാലും കൊള്ളാം, നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് ഉത്സാഹമായി. ഞാൻ വീണ്ടും ഓരോ കാര്യങ്ങൾ ഷൈനിക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ തന്നെ ഷൈനിക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, കുറച്ചുകൂടെ ബെറ്ററായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല എടുപ്പായിരിക്കും. നമ്മൾ ഈ അമ്പലത്തിലൊക്കെ കൊടുത്തിട്ട് പോകുന്നത് ചില പെണ്ണുങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങളാണെങ്കിലും അങ്ങനെ ശ്രദ്ധിച്ചു പോകത്തില്ലേ. അങ്ങനെ പറയുന്ന സമയത്ത് തന്നെ ഷൈനി പറഞ്ഞു, വായ്നോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ പോലെ എന്താണ് ആൾക്കാ വായ്നോട്ടം ഇല്ലാതിരിക്കുന്നത്, എല്ലാവരും വായി നോക്കുന്ന ആൾക്കാരല്ലേ എൻ്റെ ഷൈനി, അതില്ലാത്ത ഏതെങ്കിലും മനുഷ്യന്മാരുണ്ടോ? അതെന്തൊക്കെയായാലും ഉണ്ടാവില്ല, പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ പോലുള്ള ആൾക്കാരായിരിക്കണം, അതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഗൗരവം പിടിച്ചിങ്ങനെ നടന്നാൽ മതിയല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, അത് ശരിയാണ്, ആ മനുഷ്യനാണെങ്കിൽ ഒന്ന് ചിരിക്കത്ത് പോലുമില്ല, അങ്ങനെ ഒരാൾക്ക് എങ്ങനെ വായി നോക്കാൻ പറ്റുക, അതൊന്നും വലിയ കാര്യമില്ലെന്നേ എന്ന് തന്നെ പറയുമ്പോൾ ഷൈനി എന്നെ പറഞ്ഞു, അത് ശരിയാ, താൻ പറഞ്ഞ കാര്യങ്ങൾ ഞാനാണെന്നുണ്ടെങ്കിൽ തന്നെ എത്ര നോക്കിയതാണ്, അതൊന്നും നടക്കത്തില്ല. ഏതായാലും താൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് തന്നെ ചെയ്തതാണ്, നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാം കേട്ടോ എന്നിനെ ഷൈനിൻ്റെ അടുത്ത് പറഞ്ഞു. തൻ്റെ കയ്യിൽ ഡിജിറ്റൽ ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതൊന്ന് എടുത്തിട്ട് വരണേ, എനിക്ക് നല്ല നല്ല പോസ്റ്റിൽ നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ വേണം എന്ന് ഷൈനി പറയുന്ന സമയത്ത് ഞാനാണെന്നുണ്ടെങ്കിൽ എല്ലാം ചെയ്തു തരാം എന്ന് തന്നെ പറഞ്ഞു. അപ്പം തന്നെ ഷൈനിക്കും ഒരുപാട് സന്തോഷമായി. ഇനി എന്തൊക്കെയായാലും കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, ഒന്ന് ഞൂറ് പിടിക്കണം, പിന്നെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞു. പിന്നെ നമുക്ക് പല പല പോസ്റ്റിലാണെങ്കിലും ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാം. ഉച്ചകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സാരി ഉടുത്തിട്ട് ഇത് കഴിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നേ, അതിൻ്റെ കുറച്ച് ഫോട്ടോസും കൂടെ എടുക്കാമല്ലോ എന്ന് പറയുമ്പോൾ ഷൈനിനെ പറഞ്ഞു, അതൊന്നും വേണ്ട, ഏതായാലും ശരി തന്നെ, ഞാൻ ഏതായാലും സാരി ഉടുത്തു, എന്നാൽ പിന്നെ താനൊരു കാര്യം ചെയ്യും, ഒരു മുണ്ട് ഷർട്ട് അങ്ങനെ എന്തെങ്കിലും ഉടുക്കാൻ നോക്ക്, ഈ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ ട്രഡീഷണൽ ആവണമെന്നുണ്ടെങ്കിൽ
പക്ക ട്രഡീഷൻ ആവണം എന്ന് തന്നെ ഷൈനി എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങനെ നോക്കിക്കളയാം എന്ന് തന്നെ ഞാനും തിരിച്ചു പറഞ്ഞു. ഞാനും അങ്ങനെ മുറിക്കകത്തേക്ക് പോയി എൻ്റെ മുണ്ടും ഷർട്ടും എടുത്ത് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്കും ഡൗട്ടായിരുന്നു മുണ്ടെടുക്കാൻ. അതും ഇനി പഠിക്കണമല്ലോ എന്ന് വിചാരിച്ചിരുന്നു. ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതുവരെയും കഥ എനിക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. പിന്നെ കമൻറ്റ് കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. പിന്നെ എന്തുണ്ടെങ്കിലും പറയണം കേട്ടോ കമൻറ്റിൽ. അപ്പം ഇനി വീണ്ടും കാണാം. ബൈ ബൈ.